എല്ലാവർക്കും വിവേചിച്ച് എന്താ പറയുക വെളുത്ത ആൾക്കാർക്ക് ഇന്ന് കൂടുതലുണ്ട്, കറുത്ത ആൾക്കാർ തീരെ ചീക്കട എന്നുള്ള രീതിയിലൊക്കെയാണ് ഓരോ സംസാരം. പിന്നെ നമുക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഒരു അനുഭവം എന്നല്ല കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ പോലെ കഴിഞ്ഞ വർഷം ഒരു രാജസേനൻ സാറിന്റെ സിനിമയിൽ, ഒരു പുതിയ സിനിമയിൽ നമ്മുടെ പരിചയത്തിലുള്ള ഒരു മേഡം തന്നെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നു. സീരിയലൊക്കെ ഉള്ള ഒരു മേഡം തന്നെയാണ് നമ്മൾ ഡയറക്റ്റ് വിളിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓഡീഷൻ അപ്പം വിളിച്ചു, ഫോട്ടോ അയച്ചു കൊടുത്തു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ രണ്ട് മക്കളെ, ഇളയ മോനെയും മൂത്ത മോനെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓഡീഷനൊക്കെ ഓഡീഷൻ കൊണ്ടുപോയിട്ട് ഇവൻ സെലക്ട് ആയി എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിളിച്ച് പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ് ഇത്ര ദിവസമാണ് ഷൂട്ടിംഗ്, ഒരു 7 ദിവസത്തെ ഷൂട്ടിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ സ്കൂളിലൊക്കെ ഒന്ന് അറിയിച്ചേക്കണം. അപ്പോൾ ആ ഷൂട്ടിങ്ങിന് രാവിലെ മുതൽ വൈകുന്നേരം കറക്റ്റായിട്ട് കൊണ്ടുവരണം. അപ്പോൾ സ്കൂളിലൊന്നും പറഞ്ഞിരിക്കണം, കാരണം പഠിക്കുന്ന കുഞ്ഞല്ലേ. അപ്പോൾ അത്രയും ദിവസത്തെ പഠിത്തമൊക്കെ പോകത്തില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവർക്ക് അത്രയും കൺഫേം ആയിട്ട് പറഞ്ഞതിന് വേണ്ടി ഞാൻ സ്കൂളിലൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ നമ്മളിങ്ങനെ ഷൂട്ടിംഗ് അല്ലേ, അപ്പോൾ അതനുസരിച്ച് തലമുടി ഹെയർ സ്റ്റൈൽ എല്ലാം ഓക്കെ ആയിരുന്നു നമ്മൾ. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചിട്ട് പറയാണ്, പിന്നെ അത് ആ കുട്ടി, ആ മൊത്ത കുട്ടി അത് കുറച്ച് കറുത്തിട്ടല്ലേ, അതുകൊണ്ട് ആ കുഞ്ഞ് വേണ്ട, പകരം ഇളയ കുട്ടീനെ ആക്കാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ കറുപ്പിൽ വെളുപ്പിൽ എത്രയും നല്ല പുതിയ അല്ലെങ്കിൽ പുതിയതല്ല, നമ്മൾ പഴയ എത്രയും നടന്മാർ നല്ല പിന്നെ കറുപ്പല്ലേ, രജനീകാന്ത് സാറിന് കറുപ്പല്ലേ, വിജയന്റെ സാർ കറുപ്പല്ലേ, അങ്ങനെ എത്രയും നമ്മൾ മനുഷ്യരും കറുപ്പല്ലേ, എന്നിട്ട് അവർക്ക് നല്ല രീതിയിൽ വന്നിട്ടില്ലേ, എന്നിട്ട് കറുപ്പിന് വെളുപ്പിൽ നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് കാണുന്നത് എന്ന് പറഞ്ഞ് കുറച്ച് ഷൗട്ട് ചെയ്ത് ചൂടായി തന്നെ ഫോൺ കട്ടിയത്. പിന്നെ അങ്ങോട്ട് വിളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് എല്ലാ മേഖലകളിലും ഈ